അപ്പോൾ ഞാനിവിടെ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. എണീറ്റ് കറി ചീരൻ്റെ താളിപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇനി പഴം വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3:30 മണിക്കാണ്ട് എണീക്കുക. പണ്ടേ അങ്ങനെ തന്നെയാണ്. നോമ്പാകുമ്പോൾ 3:30 മണിക്കാലറൊക്കെ വെച്ച് എണീക്കും. പിന്നെ മീനതാ എന്തോ ഒരു കഷ്ണം മീനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കണത്. അപ്പോൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പഴം അവിടെ വേവുന്നുണ്ട്. ഇത് രണ്ടും കൂടി സെറ്റായതിനു ശേഷം വേണം മക്കളെയും നീക്കാനെയും ഒക്കെ വിളിച്ചുണർത്താൻ. എല്ലാവരും നോമ്പ് വിൽക്കുന്നുണ്ട് പറഞ്ഞതാണ് കേട്ടോ. മക്കളെയൊക്കെ ഒന്ന് വിളിച്ചുണർത്താനാണ്. നീച്ചൂടി എല്ലാവരും നോമ്പ് വെക്കാൻ. ഞാൻ അതാ പറഞ്ഞു നേരത്തെ ഉറങ്ങണമെന്ന്. ആദി നീച്ച പോരടാ. അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഈ പൂച്ചത്തെ പ്രസവിക്കാറായിക്കണിട്ടാ. ഈ പൂച്ച എപ്പോഴും ഞങ്ങളുടെ അടുക്കളയ്ക്ക് എത്തിയാലേ അതും വരൂട്ടാ. അപ്പോൾ ഇക്ക ചോറിട്ട് കൊടുക്കും, മീനൊക്കെ കുഴച്ചിട്ട് ഇട്ട് കൊടുക്കൂട്ടാ. അപ്പോൾ ഇക്കാൻ്റെ ചോറുള്ളക്ക് വേണ്ടിയിട്ട് എന്നും ഇവിടെ ഞങ്ങളെ കൂടെ ഉണ്ടാകുന്ന പൂച്ചയാണ് കേട്ടോ. ആരും അടുക്കളയിൽ തിന്നാൻ വന്നാലും അപ്പോൾ വരും അത് പ്രസവിക്കാനായിക്കണിട്ടാ. അങ്ങനെ മക്കളൊക്കെ ഇതാ അവിടെ ചോറൊക്കെ തിന്ന് എല്ലാവരും പഴം കൂടി തീറ്റിച്ചാണ് എല്ലാവരും. അതങ്ങനെ ഒന്നാമത്തെ അത്താഴത്തിന് അത്താഴം കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. മക്കളൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. ചിലർ ഉറങ്ങാനായിരുന്നു പോയിട്ടുണ്ട്. ചിലർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങണുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് പോയി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, അതൊക്കെയാണ് അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ മക്കൾ ഓരോരുത്തരൊക്കെ എടുക്കാൻ പോയിക്കണ്. അല്ലാത്തൊരു ഇരിക്കുന്നുണ്ട് കേട്ടോ. വാങ്ങ് കൊടുത്തായിട്ട് നിസ്കരിച്ചിട്ട് കിടക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി കൊണ്ടുവന്ന് വെച്ച് ഒക്കെ ഒന്ന് മോറി എടുക്കുകയാണ്. അല്ല ഞാൻ പിന്നെ നേരം വെളുത്തിട്ട് പിന്നെ മോറിനെക്കാട്ടും നല്ലത് ഇപ്പം തന്നെ അങ്ങോട്ട് മോറി എടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നേരം ഇനി 3:30 നീച്ചണോണ്ട് ഇപ്പോൾ കുറച്ച് വൈകിട്ടാണല്ലോ അല്ലേ ബാങ്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ കുറേ സമയം ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അങ്ങനെ ഗേസിൻ്റെ അച്ചുട്ടി നീച്ചു. ഓക്ക് രാവിലെ തന്നെ പരാതി. ഓളം തന്നെ നോമ്പിന് അത്താഴത്തിന് വിളിച്ചാഞ്ഞിട്ട്. ഓൾ ചെറിയ കുട്ടിയല്ല, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചാഞ്ഞത്. ഓക്ക് ഞാനിത് അവിടെ ദോശ ചുട്ടുകൊടുത്ത്. അങ്ങനെ എൻ്റെ അച്ചുട്ടി ദോശയും പഞ്ചസാരയും കൂട്ടി തിന്നാണ് അല്ലേ അച്ഛ ചുമ്മാ. ഓക്ക് സ്കൂളുണ്ട് വരുന്നോട്. എൻ്റെ അച്ചുട്ടി ചായയൊക്കെ കുടിച്ച് സുന്ദരി പോവാണല്ലേ അച്ചുട്ടിയെ ചാടിടുക. അങ്ങനെ അച്ചുട്ടിനൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണമല്ലോ, നോമ്പായതുകൊണ്ട് ഞാൻ മുറ്റടിക്കലും തിരുമ്പലും കോളിയും പാത്രം കൈകളും കഴിഞ്ഞു കാണും അങ്ങോട്ട് അകത്തേക്ക് കയറാമല്ലോ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ മുറ്റടിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക്. പിലാവും അതുപോലെ മൂച്ചയൊക്കെ മുറ്റത്തുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുറ്റം അരിപ്പാവും കേട്ടോ. അപ്പോൾ മുറ്റടിക്കാൻ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇന്നലെ തോരട്ട കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിയതാണ് എടുത്തിട്ടിട്ട്. പിന്നെ കുറച്ച് ഉണങ്ങാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. അയലുമ കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറെ മാറ്റി തോരടലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൊടുന്ന് തോരട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം നോമ്പായതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് പച്ചരിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ പച്ചരി ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ കഴുകി വാരി വെച്ചിരുന്നു. അപ്പോൾ അത് ഉണക്കാനിടണം കേട്ടോ. കാക്കാൻ്റെ വിറകറിൻ്റെ മേലാണ് ഞങ്ങൾ കൊണ്ടുപോയിടൽ. അങ്ങനെ ഇക്കന്ന് നേരത്തെ ഓട്ടൊക്കെ ഓടി വന്ന് അപ്പോൾ വന്നപ്പോൾ ഇതാ 2 മിക്സിയുടെ ജാറ് കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് ദിവസം അയക്കണ ജ്യൂസ് അടിക്കണ മിക്സിയും അരക്കണ മിക്സിയും കേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തി അരക്കണ മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുക്കലാണ്. അപ്പം ജ്യൂസ് അടിക്കാൻ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ജ്യൂസ് അടിക്കാനും ഒക്കെ ആയിട്ട് മിക്സി കൊണ്ടുവന്നിക്കണ്. കുറേ ദിവസമായി പറയുന്നത് ഇന്നാണ് കിട്ടിയത് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ നോമ്പൊക്കെ അല്ലേ, നോമ്പെടുക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും സവാളയും ചെറിയുള്ളി അങ്ങനത്തെ പാല് അതൊക്കെ കൊണ്ടുവന്നിക്കണേ. അപ്പോൾ എല്ലാം കുറച്ച് ഈച്ച് കുട്ടികളെല്ലാവരും നോമ്പ് നോൽക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശെ ഒപ്പിക്കൂട്ടാം. ജ്യൂസ് എടുക്കാൻ ഇതാ കൊണ്ടുവന്നിക്കണ് ഷമാമും അതേപോലെ തന്നെ മുന്തിരി എല്ലാ ഫ്രൂട്ട്സുകളും കുറേശ്ശായിട്ട് ഒപ്പിച്ച് കൊണ്ടുവന്നിക്കണ്. പിടിച്ച് കഴിച്ചോ
അങ്ങനെ അകമൊക്കെ നേരത്തെ തന്നെ അടിച്ചേരിട്ടീന്ന് കേട്ടോ. പിന്നെ തിരുമ്പാളതൊക്കെ പാടിയിട്ട് പുറത്തുകൊണ്ടുപോയി തിരുമ്പിടൽ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുടക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറാം. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ അകത്തേക്ക് കയറി നിസ്കാരം മുഖത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ 3 മണിക്ക് ശേഷം കേട്ടോ അടുക്കളയ്ക്ക് വരുള്ളൂ. ഹായ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 3:15 ആയി തുടങ്ങി നേരട്ടാ. മക്കളൊക്കെ ഇന്ന് നേരത്തെ സ്കൂൾ വിടും. മക്കളൊക്കെ വരാനായി തുടങ്ങി. കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഇനി നോമ്പ് ഇറക്കാനുള്ള ചായക്കടിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പം ഇന്ന് പത്തിരി, നെയ്സ് പത്തിരിയും ബീഫുണ്ട്. ബീഫ് രണ്ട് ദിവസം മുമ്പ് അയൽവാസിയിൽ നിന്ന് മുടികളച്ചിൻ്റെ ഇറച്ചി കിട്ടിയിരുന്നു കേട്ടോ, ബീഫ്. അപ്പോൾ മീൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഇനി നോമ്പ് നോമ്പിന് ഫസ്റ്റ് ദിവസം നോമ്പിന് ബീഫും ഇറച്ചിയും പത്തിരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ബീഫിൻ്റെ കറിയും നെയ്സ് പത്തിരിയും ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ പൊറാട്ട മതി എന്ന് മക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പത്തിരിയും കറി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പത്തിരിയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെ ബത്തക്ക കട്ട് ചെയ്യലും അതേമാതിരി തന്നെ ബത്തക്കൻ്റെ ജ്യൂസ് അടിക്കലൊക്കെ ഇക്ക ചെയ്തിരുന്നു കേട്ടോ. പിന്നെ മുന്തിരി ഇതൊക്കെ ഇക്ക ചെയ്തിക്കണ്. ഇതാ പത്തിരി ഇവിടെ റെഡി ആയിക്കണ്. പിന്നെ ബീഫ് മുളക് ഇട്ടതാണ് കേട്ടോ കറി. പിന്നെ ഇതാ പഴംപൊരി ഇവിടെ സെറ്റാക്കി എടുക്കുകയാണ്. ആ ജ്യൂസ് ഇട്ടാ അങ്ങനെ അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ നോമ്പത്തെ റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പത്തിരിയും കറിയൊന്നും ഇപ്പം ആരും തിന്നൂല. ഒക്കെ ഇശാബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തിന്നിട്ടാ. ഈ ബത്തക്കൻ്റെ ജ്യൂസായിരുന്നു. ജ്യൂസും അതുപോലെ തന്നെ പൊരിയും പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ തിന്നുമ്പോൾ തന്നെ പള്ളം നിറയും കേട്ടോ. പിന്നെ ഇശാബാങ്കൊക്കെ കൊടുത്ത് സാവധാനത്തിലാണ് ചായയും കടിയൊക്കെ കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ.